പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപാഭിഷേകത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ മനസ്സ് തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം അതിൽ പങ്കുചേരുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവികമായ ഇടപെടലുകളും കൃപകളും അനുഗ്രഹങ്ങളും വിടുതലുകളും കർത്താവ് തരും എന്നതിന് സംശയമില്ല. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം വളരെ പ്രധാനപ്പെട്ട വചനമാണ്. ദൈവവചനത്തിൻ്റെ വലിയ വചനത്തിലേക്ക് പോവുകയാണ്. എസെക്കിയേൽ 47 1 മുതലുള്ള വചനം. പിന്നെ അവൻ എന്നെ ദേവാലയ വാതിക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. അത് ദേവാലയ പൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളമൊഴുകുന്നു. ദേവാലയത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയ പൂമുഖത്തിൻ്റെ വലതുഭാഗത്ത് ബലിപീഠത്തിന് തെക്ക് വശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ അവനെ വടക്കേ പടിപ്പുരയിലൂടെ പുറത്തു കൊണ്ടുവരികയും കിഴക്കേ പടിപ്പുരയിലൂടെ പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു. വെള്ളം തെക്ക് വശത്തു കൂടെ ഒഴുകിയിരുന്നു. കയ്യിൽ ചരടുമായി അവൻ കിഴക്കോട്ട് നടന്ന് 1000 മുഴം അളന്നു. എന്നിട്ട് വെള്ളത്തിലൂടെ എന്നെ നയിച്ചു. അവിടെ കണങ്കാൽ വരെ വെള്ളമുണ്ടായിരുന്നു. പിന്നെ അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. വീണ്ടും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു. പിന്നെ അവൻ 1000 മുഴം അളന്നു. എനിക്ക് കടന്നു പോകാൻ പറ്റാത്തൊരു നദിയായിരുന്നു അത്. വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു. നീന്താൻ വേണ്ടുന്ന ആഴമുണ്ടായിരുന്നു അതിന്. നടന്ന് അക്കരെ പറ്റാൻ വയ്യാത്തൊരു നദി. അവൻ എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, നീ ഇത് കണ്ടോ? പിന്നെ അവൻ എന്നെ നദീതീരത്തൂടെ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ തിരിച്ചു പോന്നപ്പോൾ നദിയുടെ ഇരുകരകളിലും വളരെയധികം വൃക്ഷങ്ങൾ കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഒഴുകി അരാബായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്നതിനെ ശുദ്ധജലമാക്കുന്നു. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും. അവിടെ ധാരാളം മത്സ്യങ്ങൾ ഉണ്ടായിരിക്കും. കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ട് ഒഴുകുന്നത്. അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. മീൻപിടുത്തക്കാർ ആ കടൽക്കരെ നിൽക്കും. എൻഗേദി മുതൽ എൻഗ്ലായും വരെ വല വീശാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ മഹാസമുദ്രത്തിലെ പോലെ വിവിധതരം മത്സ്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ നദിയുടെ സമീപത്തുള്ള ചേറ്റുനിലങ്ങളും ചതുപ്പ് നിലങ്ങളും ശുദ്ധമാക്കപ്പെടുകയില്ല. ഉപ്പിന് വേണ്ടി അവ മാറ്റിവെച്ചിരിക്കുന്നു. നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും. അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയില്ല. അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്തു നിന്ന് ഒഴുകുന്നത് കൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപക്ഷെ ഈ ബൈബിളിലെ ഏറ്റവും വലിയ ദൈവവചനങ്ങൾ, ഏറ്റവും വലിയ ദൈവിക വെളിപാടുകളെ കാണിക്കുന്ന സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന തിരുവചനമാണ് എസെക്കിയേൽ 47 ദേവാലയത്തിൽ നിന്നുള്ള നീർച്ചാൽ എന്നുള്ള ഈ വചനം. ദേവാലയത്തിന്റെ ബലിപീഠത്തിന്റെ അടിയിൽ നിന്നൊരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയെക്കുറിച്ച് പറയാം, ആ നദിയുടെ പ്രത്യേകത പറയാം. അപ്പൊ അതിലൂടെ ദൈവമായ കർത്താവ് എസെക്കിയേൽ പ്രവാചകനെ കൊണ്ടുപോകുമ്പോൾ ആദ്യം കണങ്കാൽ വരെ മുട്ടോളം അരയൊപ്പം കഴുത്തൊപ്പം, പിന്നെ എനിക്ക് നീന്താൻ പറ്റാത്ത വണ്ണമുള്ള ആഴമുള്ളൊരു നദി. ആ നദിയെക്കുറിച്ച് പറയുക. ഈ നദിയുടെ ഉത്ഭവസ്ഥലമാണ് പ്രത്യേകത. അത് ബലിപീഠത്തിന്റെ അടിയിൽ നിന്നൊഴുകുന്ന ജലം. എനിക്കറിയാം, ചില സ്ഥലങ്ങളിലൊക്കെ ചില ദൈവിക അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഭയിൽ തന്നെ ചില ദേവാലയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് വളരെയധികം പരിചയമുള്ളൊരു ദേവാലയവും കേരളത്തിന് വെളിയിലൊരു ദേവാലയം. ആ ദേവാലയത്തിന്റെ ചരിത്രത്തിൽ എനിക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു പാരിഷായ സ്ഥലം, വളരെ ചെറിയൊരു പാരിഷ്. ആ നാളുകളിൽ വലിയൊരു വരൾച്ച ഉണ്ടായി. വലിയ വരൾച്ചയുടെ നടുവിൽ നിൽക്കുമ്പോൾ അവരാകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് സെപ്റ്റംബർ മാസത്തിന്റെ 8 നോയമ്പിന്റെ തിരുനാൾ കഴിഞ്ഞുള്ള ദിവസത്തിന് എല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് ചെറിയൊരു കമ്മ്യൂണിറ്റി, എല്ലാം കൂടെ 10 or 50 പേര് മാത്രമുള്ള ഒരു ചെറിയൊരു പാരിഷാണ് ആയിരുന്നു ഒന്ന്. അപ്പം അവിടെ രാവിലത്തെ കുർബാന കഴിഞ്ഞ് ആളുകൾ പോയി കഴിഞ്ഞപ്പോൾ
ആ ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ വലതുവശത്തായിട്ട് കാണാവുന്ന സ്ഥലത്ത്, ആ സ്ഥലത്ത് ഒരു ചെറിയൊരു ജലം പനച്ച് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഈ ടൈലിന് മുകളിൽ ചില ജലമുള്ളതായിട്ട് കണ്ടുവരും. അപ്പോൾ പെട്ടെന്ന് കപ്പ്യാരിത് കണ്ടിട്ട് കപ്പ്യാര് വിചാരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ എന്തേ സംഭവം? അച്ഛനോട് നോക്കി, അവര് ഒന്ന് തുടച്ചു നോക്കി. പക്ഷെ വീണ്ടും ഈ ജലം അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട്. വലിയ വരൾച്ച നാട്ടിൽ മുഴുവൻ അനുഭവപ്പെടുന്ന സമയത്താണ്. ഉടനെ വിചാരിച്ചൻ ഇവിടുത്തെ ഒരു ചെറിയൊരു മേശയെടുത്ത് ഇതിൻ്റെ തൊട്ടടുത്തിട്ടിട്ട് പരിശുദ്ധ കുർബാന ദിവികാരനെ എടുത്ത് അതിൻ്റെ മുമ്പ് വെച്ചിട്ട് 2-3 ദിവസം അച്ഛനും 5-6 പേരും കൂടെ അതിൻ്റെ മുമ്പിലിരുന്ന് രാത്രിയും പകലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഇവർ പറയുന്നുണ്ട്, ഇത് ഈ ടൈലിങ്ങനെ തുറക്കുമ്പോൾ വലിയൊരു പൈപ്പിങ്ങനെ പൊട്ടിയിട്ട് ജലം വാട്ടറിങ്ങനെ ഈ തെറിച്ചു വരുന്ന പോലെ, പ്രഷറോടുകൂടി വരുന്ന പോലെ വലിയൊരു ജലം അവിടെ ഒഴുകിയെന്ന് പറയുന്നു. സത്യമായിരുന്നു. കാരണം ഈ സംഭവം നടക്കുന്ന വർഷങ്ങൾക്ക് മുമ്പാണ്. 2001 ആ നാളുകളിലാണ് സംഭവിക്കുന്നത്. അതിനുശേഷം ആ നാളുകൾ സംഭവിച്ചു. 2000 ശേഷം ആ നാളുകളിലാണ്. ഈ സംഭവം നടന്നു കഴിഞ്ഞ് ഒരു 2 മാസത്തിനും അവിചാരിതമായി 10-20-22 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സ്ഥലത്തെത്താൻ ഇവിടെ വരുത്തി. അപ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളെല്ലാം കണ്ടു. അപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ഇതുപോലെ സക്കീൽ 47 പ്രവചനത്തിൻ്റെ ഒരു അടയാളം നടന്നു. ഞാൻ പറഞ്ഞ അടയാളമാണ്, ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ ഇടപെടലായിരിക്കും. അത് നമുക്കറിയില്ല. വീണ്ടും വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നമുക്ക് ദൈവത്തെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ അച്ഛനോട് പറയുമായിരുന്നു, അതായത് ഒരുപാട് രോഗികൾ സൗഖ്യപ്പെടുന്നു, ഒരുപാട് പേർക്ക് അത്ഭുതം ഉണ്ടാകുന്നു. ജലം ഒത്തിരി താഴെ നിന്നാണ് വരുന്നത്. 1500-2000 അടി താഴ്ചയിൽ നിന്നാണ് ഈ വെള്ളം വരുന്നതൊക്കെയാണ് ഗവേഷണത്തിൽ പറഞ്ഞത്. 10-20ഓളം ടെസ്റ്റിങ് ഈ വാട്ടർ നടത്തി. അതിനകത്തെല്ലാം കണ്ടത് ബാക്ടീരിയലെസ് എന്നൊക്കെ കാണിച്ചു. എന്തോ ഇതിൻ്റെ ജലത്തിൻ്റെ. അപ്പം ഞാനത് കൂടുതൽ ചർച്ചയ്ക്കും ഒന്നില്ല. ദൈവം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു കാര്യം, ഇതൊരു അടയാളമാണ്. ഇതൊരു അത്ഭുതമല്ല, ഇതൊരു അടയാളമാണ്. ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ ചുവട്ടിലൂടെ വിടുന്ന ജലം. ഇത് ശരിക്കും പറഞ്ഞാൽ യോഹന്നാൻ 19:34 പടയാളികൾ ഒരുവൻ അവൻ്റെ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ഉടനെ അവിടെ നിന്ന് ചോരയും വെള്ളം ഒഴുകി. അത് നിലയ്ക്കാത്തൊരു ഉറവയാണത്. മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ഈശോ ചിന്തിയ തിരുരക്തം, തിരുജലം അതിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക, ദേവാലയത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും പരിശുദ്ധ കുർബാന മധ്യേ കർത്താവിൻ്റെ പുരോഹിതൻ കർത്താവിൻ്റെ തിരുശരീരം വിഭജിക്കുന്ന, അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തുന്ന, അപ്പം മുറിക്കുന്ന ആ വലിയ നിമിഷങ്ങളിൽ മനുഷ്യൻ്റെ ബാഹ്യ കണ്ണുകൾക്ക് കാണാൻ സാധിക്കാത്ത ഒരു വലിയൊരു സംഭവം അതിലൂടെ ഒഴുകുന്നുണ്ട്. കർത്താവിൻ്റെ തിരുരക്തവും തിരുജലവും അത് ചങ്കിൽ നിന്ന് സഭയിലേക്ക് ഒഴുകപ്പെടുന്നുണ്ട്. ഈ ജീവജലം എന്നുള്ളത് പരിശുദ്ധാത്മാവാണ്. ആ തിരുസഭയുടെ ബലിപീഠത്തിൽ അത് ഇരിപ്പുണ്ട്, അത് ഒഴുകുന്നുണ്ട്. ഓരോ ബലിപീഠത്തിലൂടെയും പുരോഹിതൻ കർത്താവിൻ്റെ അപ്പം മുറിക്കുമ്പോൾ അതിലൂടെ പരിശുദ്ധാത്മാവാകുന്ന ജീവജലം, നിത്യജീവൻ നൽകുന്ന ജീവജലം, സ്വർഗത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ജീവന്റെ ഔഷധം അതിലൂടെ ഒഴുകി ഇറങ്ങുന്നുണ്ട്. ആ ഒരു സത്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ആ ഹൃദയത്തിൽ നമ്മൾ അത് വളരെ ഭയഭക്തിയോടെ കാത്തു സൂക്ഷിക്കേണ്ട രഹസ്യം. ഇവിടെ വചനം പറയുന്നുണ്ട്, ഈ ജലത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം അത് കണങ്കാല് വരെ, അതിനുശേഷം മുട്ടോളം, അതിനുശേഷം അത് കഴുത്തോളം നീന്താൻ പോലും പറ്റാത്തവണ്ണമാണ്. ഒരാഴമുള്ള വലിയൊരു സമുദ്രമായിട്ടത് പറയുക. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ജലം അത് സമുദ്രമായിട്ട് നിൽക്കുകയാണ്. അത് എല്ലായിടത്തേക്ക് ഒഴുകുന്നതായിട്ട് പറയുന്നുണ്ട്. അവസാനം പറയും 7 മുതൽ വചനം, ഞാൻ തിരിച്ചു പോന്നപ്പോൾ നദിയുടെ ഇരുകരകളിലും വളരെയധികം വൃക്ഷങ്ങൾ കണ്ടു. ഈ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധരാണ്. ഈ നദിയുടെ തീരത്തു നിൽക്കും. ശരിക്കും ദേവാലയത്തിൽ കർത്താവിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതങ്ങളെയാണ് ഈ നദിയുടെ ഇരുകരകളിലുമുള്ള വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഈ വൃക്ഷങ്ങളുടെ വളർച്ചയുടെ കാരണം ഈ ജലം അത് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭയിൽ വിശുദ്ധര് ഉണ്ടായത്, രക്തസാക്ഷികൾ ഉണ്ടായത്, അപ്പസ്തോലന്മാരുണ്ടായത്,
വിശുദ്ധരായ മെത്രാന്മാരും വിശുദ്ധരായ വൈദികരും സന്യസ്തരും സഭയിൽ രൂപപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ദൈവജനം അനേകം നല്ല വിശുദ്ധരായ കുടുംബങ്ങള്, യുവതി യുവാക്കള് സഭയില്, തിരുസഭയിൽ 2000 വർഷം കൊണ്ടോ ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ ശക്തി, അതിന്റെ കാരണം ഈ അദൃശ്യമായൊരു ജീവജലം സഭയുടെ നടുവിൽ നിൽപ്പുണ്ട്. തിരുസഭയൊരു വലിയൊരു സമുദ്രമാണ്. ഈശോയുടെ ചങ്കിൽ നിന്നൊഴുകിയ ആ തിരുരക്തം കൊണ്ടും തിരുജലം കൊണ്ടും നിറഞ്ഞിരിക്കുന്നൊരു വലിയൊരു സമുദ്രമാണ് തിരുസഭ. ആ തിരുസഭയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ ചെടികളും അത് ആ ചെടിയായിട്ട് ആരംഭിച്ചെങ്കിലും പിന്നീട് അതൊരു വൃക്ഷമായിട്ടത് മാറും. അതിൻ്റെ വേരുകൾ ഈ ജലത്തിലാണത് ആഴ്ന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വലിയ വൃക്ഷങ്ങളായിട്ട് മാറും. അവൻ എന്നോട് പറഞ്ഞു, പ്രവാചകൻ പറയുക, എസെക്കിയേൽ പ്രവാചകൻ പറയുക, ദൈവദൂതൻ അവനോട് പറഞ്ഞു, ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഒഴുകി അരേബായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്നതിനെ ശുദ്ധജലമാക്കും. അതായത് ഈ ജലത്തിന്റെ പ്രത്യേകതയാണ് മറ്റു ജലാശയങ്ങളെ ശുദ്ധീകരിക്കുന്നു. മറ്റു ജലാശയത്തിലെ അശുദ്ധമായ ജലാശയങ്ങൾ, മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുന്ന ജലാശയങ്ങളെ ശുദ്ധീകരിക്കുന്നു. അതാണ് ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു പാപി അനുരക്ഷൻ പാപത്തിന്റെ അശുദ്ധി അവന്റെ ഹൃദയത്തിലുണ്ട്, അവന്റെ ഹൃദയമാകുന്ന സമുദ്രത്തിലുണ്ട്. അതിനെ മുഴുവനും ഈ വിശുദ്ധ ജലം കൊണ്ട്, ഈ ബലിപീഠത്തിൽ നിന്നൊഴുകുന്ന ജലം വന്നിട്ട് അവന്റെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു, വിശുദ്ധീകരിക്കുന്ന വലിയൊരു പ്രവൃത്തി ചെയ്യുന്നു. ഇത് വീണ്ടും ബൈബിളിൽ മറ്റൊരിടത്ത് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹെബ്രായ ലേഖനത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 14, എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. വീണ്ടും തിരുവചനം 1 യോഹന്നാൻ 1-ാം അധ്യായത്തില് 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം, നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിലും വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഇവിടെ ഈശോ ഈ പരിശുദ്ധാത്മാവാകും ജീവജലം തിരുസഭയുടെ ബലിപീഠത്തിന്റെ അടിയിലൂടെ, അല്ലെ ബലിപീഠത്തിലൂടെ ഒഴുകുന്ന, അല്ലെ കർത്താവിന്റെ കാൽവരി കുരിശാകുന്ന ബലിപീഠം, ആ ബലിപീഠത്തിലൂടെ ഒഴുകുന്ന ആ ജീവജലമുണ്ട്, ഒഴുകുന്നുണ്ട്. ഇത് അതുകൊണ്ട് സഭയില് ബലിയർപ്പണം, കർത്താവിന്റെ ബലിയർപ്പണം എപ്പം നടന്നാലും അവിടെ ഈ ഒരു ജീവജലം, ജീവരക്തം, ശുദ്ധീകരിക്കുന്ന രക്തം, നമ്മെ വീണ്ടെടുക്കുന്ന രക്തം, നമ്മുടെ പാപങ്ങളും പാപക്കറകളും ദൂരെ അകറ്റുന്ന രക്തം, നമ്മൾ സാത്താന്റെ പീഡകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന രക്തമോട് ഒഴുകിയിറങ്ങുന്നുണ്ട്. നീ അത് വിശ്വസിക്കണം. നീ അതുകൊണ്ട് ഒരു ബലിയർപ്പണത്തിന് പോകുമ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. അപ്പോൾ അത് വിശ്വാസത്തിന്റെ വലിയ രഹസ്യമാണ്. എസെക്കിയേൽ എന്ന പ്രവാചകൻ പറയുക, ദേവാലയത്തിൽ ഒഴുകുന്ന നീർച്ചാല് അതങ്ങ് ഒഴുകി അത് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു സമുദ്രത്തെ അത് മുഴുവൻ ശുദ്ധീകരിച്ചെടുക്കുന്നു എന്ന് പറയുന്നു. വീണ്ടും തിരുവചനം പറയുക, എസെക്കിയേൽ 47:9, നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും, അവിടെ ധാരാളം മത്സ്യങ്ങൾ ഉണ്ടായിരിക്കും, കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ട് ഒഴുകുന്നത്. നദി കടലിനെ ശുദ്ധീകരിക്കുന്നു. അതാണ് അതിന്റെ ഏറ്റവും മഹത്വം. അതാണ് ഈ ലോകമാകുന്ന കടലിനെ കർത്താവിന്റെ ചങ്കിൽ നിന്നൊഴുകുന്ന നദി, ദ സ്പ്രിംഗ്, ശുദ്ധീകരിക്കും. അതോടെ പറയാണ് അവിടെ ധാരാളം മത്സ്യങ്ങൾ ആ ജലത്തിൽ വസിക്കുന്നു. അതുപോലെ തന്നെ വലിയ വലിയ സംഭവങ്ങൾ അവിടെ നടക്കും. ജീവജാലങ്ങൾ പറ്റം ചേർന്ന് അവിടെ ജീവിക്കുന്നു. ധാരാളം മത്സ്യങ്ങളുണ്ടായി, കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ട് ഒഴുകുന്നത്. അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തിരുസഭയുടെ ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധാത്മാവാകുന്ന ജീവജലം, അപ്പം മുറിക്കലിന്റെ സമയത്ത് ചെയ്യപ്പെടുന്ന വലിയ ജീവജലം,
ബലിയർപ്പണ വേളയിൽ ഒഴുകപ്പെടുന്ന കർത്താവ് ചൊല്ലുന്ന ജീവജലം, ജീവരക്തം, അത് ചെല്ലുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. അതാണ് ശരിക്കും ഒരു വ്യക്തി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ, ആ ബലിയോട് ചേർന്ന് നിൽക്കുമ്പോൾ അവന്റെ ആത്മാവിന് ദൈവിക ജീവൻ ഉണ്ടായിരിക്കും. എന്തെന്നില്ലാത്തൊരു ദൈവിക ജീവൻ, ദൈവ സാന്നിധ്യ വ്യക്തിയുടെ ഹൃദയത്തിൽ നിറഞ്ഞ ജീവജലമാണ്. വീണ്ടും പറയുകയാണ്, മീൻപിടുത്തക്കാർ ആ കടൽക്കര നിൽക്കും. ശരി, ഏറ്റവും കൂടുതൽ അവിടെ ഈ ജീവജലമുണ്ടെങ്കിൽ അവിടെ മീൻപിടുത്തക്കാർ എന്ന് പറയുമ്പോൾ അവര് ദൈവിക അനുഭവങ്ങൾ കിട്ടുകയാണ്. ഈ ജലത്തിൽ അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നു. അവർക്ക് സ്വന്തമാക്കാൻ പറ്റും. ഒരുപാട് വിഭവങ്ങൾ കിട്ടും. അത് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ലഭിക്കും. ദൈവവിളികൾ കിട്ടും. നമ്മുടെ വിഷമം മാറും. നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബലിപീഠത്തോട് ചേർന്ന്, ബലിപീഠത്തോട് ഐക്യപ്പെട്ട് നമ്മുടെ ഹൃദയത്തെ ബലിപീഠത്തിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു ദിവസവും പ്രാർത്ഥിക്കാൻ. ബലിപീഠത്തിൽ വെക്കാൻ തയ്യാറാക്കണം. ആ ചേർന്നിരിക്കുമ്പോൾ അവിടുന്ന് ഒഴുകുന്നൊരു ജീവരക്തം, ജീവജലം, അത് നമ്മുടെ ആത്മാവിനെ, ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നതാണ്, വിശുദ്ധീകരിക്കുന്ന, ശക്തിപ്പെടുത്തുന്നതാണ്. യഥാർത്ഥമായ ഇവിടെ പറഞ്ഞ നദി ചെന്നിട്ട് സമുദ്രത്തെ നമ്മൾക്ക് ഒരു ചെറിയ നദിക്ക് എങ്ങനെയാണ് സമുദ്രത്തെ ശുദ്ധീകരിക്കാൻ പറ്റുക? അതാണ് കർത്താവിന്റെ തിരുരക്തത്തിന്റെ പ്രത്യേകത. ആ നദി അത് ഒഴുകിക്കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ, പ്രപഞ്ചമാകുന്ന സമുദ്രത്തെ അത് മുഴുവൻ ശുദ്ധീകരിക്കുന്നു. അത് യേശുവിന്റെ കാൽവരി രക്തം, തിരുരക്തം, ചങ്കുന്നൊഴുകുന്ന പരിശുദ്ധ രക്തം ആത്മാവിനെ വിശുദ്ധീകരിച്ച് പവിത്രീകരിക്കുന്നു. അതിനും പറയാണ്, എൻഗേതി മുതൽ എൻക്ലായും വരെ പല